പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് അത് എത്രയും വേഗം മാറിപ്പോകണമേ എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ്. എന്നാൽ ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ അതിനു പുറമെ കൂടുതൽ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങി സഹനത്തിൻ്റെ വഴികളിലൂടെ നടന്ന് ക്രിസ്തുവിനോട് ചേർന്ന് കുരിശോട് ചേർന്ന് സഹനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വിശുദ്ധനെക്കുറിച്ചാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. യോഹന്നാൻ ജനിക്കുന്നത് 1542 ജൂൺ 24 തീയതിയാണ്. സ്പെയിനിലെ ആവിലായിലെ ഫോണ്ടിവോറസ് എന്ന് പറയുന്ന സ്ഥലത്ത്. ജോണിൻ്റെ അപ്പൻ ഒരു ധനിക കുടുംബത്തിൽ നിന്നുള്ളതായിരുന്നു. അമ്മ ഒരു താഴ്ന്ന ജാതിക്കാരിയായിരുന്നു. അതിനാൽ തന്നെ അവർക്ക് വളരെ കഷ്ടപ്പെട്ടാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. വളരെ ദരിദ്രമായ അവസ്ഥയിലാണ് അവർ കടന്നുപോയത്. ജോണിൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്നുമൊക്കെ ഇവർ പുറത്താക്കപ്പെട്ടതായിരുന്നു. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ജോണിന് ഏകദേശം ഒരു 3 വയസ്സായപ്പോഴാണ് ജോണിൻ്റെ അപ്പൻ മരണമടയുന്നത്. തുടർന്ന് കുറച്ചും കൂടി സഹനങ്ങളിലൂടെ ജോണിൻ്റെ കുടുംബത്തിന് കടന്നു പോകേണ്ടി വന്നു. അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ജോണിൻ്റെ വളർത്തിക്കൊണ്ടുവന്നത്. അവരുടെ ഉപജീവനം കഴിക്കാനായിട്ട് നന്നേ പ്രയാസപ്പെടേണ്ടി വന്നു. ജോൺ വിദ്യാഭ്യാസം ചെയ്തിരുന്നെങ്കിൽ പോലും കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞപ്പോൾ ഒരു ജോണും കൂടി ജോലി ചെയ്യാതെ ഇങ്ങനെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെ 17 വയസ്സാകുമ്പോൾ ജോൺ ഒരു ജെസ്യൂട്ട് കോളേജിൽ പഠനത്തിന് ചേരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്കായിട്ട് കയറുകയാണ്. അതൊരു പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന ഇൻകം വളരെ കുറഞ്ഞതാണ്. അതുകൊണ്ട് ജോണിന് ലഭിക്കുന്ന സാലറിയൊക്കെ വളരെ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സാലറിയും വെച്ച് ആണ് ജോൺ തൻ്റെ പഠനം പൂർത്തിയാക്കിയത്. പക്ഷേ സാലറി കുറവായിരുന്നെങ്കിൽ പോലും ജോണിന് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ലായിരുന്നു. താൻ ചെയ്യുന്ന ആ ഒരു ശുശ്രൂഷ വളരെ സന്നദ്ധതയോടുകൂടി സ്നേഹത്തോടുകൂടി ആഗ്രഹത്തോടു കൂടിയാണ് ജോൺ നിർവഹിച്ചു വന്നത്. ആരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും ജോൺ വളരെ സന്മനസ്സോടുകൂടി നിർവഹിച്ചിരുന്നു. തുടർന്ന് 21 വയസ്സാകുമ്പോൾ ജോണിന് തൻ്റെ സന്യാസ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വരികയാണ്. ഇപ്പോൾ ജോണിൻ്റെ മനസ്സിലുള്ള ചിന്ത ഇങ്ങനെയാണ്: ഏറ്റവും കർശനമായിട്ട് സന്യാസ നിഷ്ഠ പിന്തുടരുന്ന ഏതെങ്കിലും ഒരു സഭയിൽ ചേരണമെന്നുള്ളതാണ്. ജോൺ സഹനങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു, ത്യാഗങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോൺ വളരെ ചിന്തിച്ച് കർമ്മല സഭ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കർമ്മല സഭയുടെ നിയമാവലിയൊക്കെ ജോണിന് ഏകദേശം അറിയായിരുന്നു. അപ്പോൾ അങ്ങനെ കർമ്മല സഭയിൽ ഒരു ബ്രദറായിട്ട് കയറാമെന്ന് ജോൺ തീരുമാനിക്കുന്നു. വൈദികനാകണമെന്ന് ആഗ്രഹിക്കുന്ന ജോണിൻ്റെ എളിമ കൊണ്ട് ബ്രദറായി തന്നെ തുടരാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ കർമ്മല സഭയിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ കർമ്മല സഭയിൽ തുടരുമ്പോൾ ജോണിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജോണിന് മനസ്സിലായി, അതായത് ഇവിടെ താൻ വിചാരിച്ച പോലെയുള്ള ഒരു സന്യാസ നിഷ്ഠയല്ല നടക്കുന്നതെന്ന് ജോണിന് മനസ്സിലായി. അപ്പോൾ ജോണിന് ഇവിടെ തുടരുന്നതിന് പിന്നെ ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ ജോണ് പതുക്കെ ഈ സഭയിൽ നിന്ന് വിട്ട് കാർത്തൂസ്യൻ സഭ കുറച്ചും കൂടി കർശനമായ നിയമങ്ങളും അത് ഫോളോ ചെയ്യുന്നവരൊക്കെയാണെന്ന് ജോൺ മനസ്സിലാക്കി കാർത്തൂസ്യൻ സഭയിലേക്ക് പോകാനായിട്ട് ജോൺ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് യാദൃശ്ചികമായിട്ട് ജോൺ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ, നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും, അമ്മ ത്രേസ്യയെ കണ്ടുമുട്ടുന്നത്. അമ്മ ത്രേസ്യ കർമ്മല സഭ അംഗമാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സഭയിൽ. അങ്ങനെ അമ്മ ത്രേസ്യ ജോണിനോട് സംസാരിച്ചിട്ട് അമ്മ ത്രേസ്യ പറയും, ജോൺ കാർത്തൂസ്യൻ സഭയിലേക്ക് ഇപ്പോൾ പോകണ്ട, പക്ഷേ ഈ കർമ്മല സഭയിൽ തന്നെ നിന്നുകൊണ്ട് ഈ സഭയെ നവീകരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ജോണിനോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ജോൺ ഇതിൽ തന്നെ തുടരണം എന്ന് അമ്മ ത്രേസ്യ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ജോൺ കർമ്മല സഭയിൽ നിന്ന് തൻ്റെ ഈ ഒരു ദൗത്യം, കർമ്മല സഭ നവീകരിക്കുക എന്നുള്ളൊരു ദൗത്യം നിർവഹിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ തന്നെ തുടരുന്നു. ഇവിടെ ആയിരിക്കുന്ന സമയത്ത് നിയമാവലികളിലൊക്കെ, കർമ്മല സഭയുടെ നിയമാവലികളിൽ ചില നിർദ്ദേശങ്ങളൊക്കെ ജോൺ നൽകുന്നു. അപ്പോൾ കൂടെയുള്ള സന്യാസികൾ ഇത് മനസ്സിലാക്കുന്നു. അതായത് ഇതുവരെ തങ്ങൾ തുടർന്നു കൊണ്ടുപോയതിനെല്ലാം
ഇനി മാറ്റം വരുത്താനായിട്ട് ജോൺ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇനി ഇതുവരെ അവർ ചെയ്തിരുന്ന കാര്യങ്ങളെക്കാളും കുറച്ചും കൂടി കഠിനമാകാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലാകും. അങ്ങനെ ഇവരെല്ലാവരും ഒന്നു ചേർന്ന് ജോണിനെ ഒരു വിപ്ലവകാരിയായിട്ട് മുദ്ര കുത്തുകയാണ്. അങ്ങനെ ജോണിന് പിന്നെ ആ ഒരു സന്യാസ സഭയിൽ വളരെയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. പിന്നീട് ജോണിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം കേട്ടിരുന്നാലേ നമ്മൾക്ക് ഇത് ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ജോണിനെ ഈ ഒരു സന്യാസ സഭയുടെ ഒരു തടങ്കലിൽ തന്നെ, അവിടെ പണ്ട് കാലത്ത് ഇങ്ങനെ തടവറകളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ പണിഷ്മെൻറ്റ്സൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ ജോണിനെ ഈ ഒരു ഇവിടെ നിന്ന് അനുഷ്ഠിച്ചിരുന്ന മറ്റ് കാര്യങ്ങളിൽ നിന്നെല്ലാം ജോലികളിൽ നിന്നെല്ലാം മാറ്റി ജോണിനെ ഒരു തടവറയിൽ കൊണ്ടുപോയി അവരെ അടച്ചിടുകയാണ്. തടവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല്, ചെറിയൊരു സെല്ല്, അതിൽ 6 അടി വീതിയും 9 അടി പൊക്കവും മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് കഷ്ടിച്ച് നിന്ന് തിരിയാനുള്ള ഒരു സ്ഥലം. അതിൽ ഒരു ജനൽ മാത്രം, വെളിച്ചം കിട്ടാനായിട്ട് ഏറ്റവും മുകളിൽ ഒരു ജനൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജോണിനെ അവിടെയുള്ള പ്രാർത്ഥനകളിൽ നിന്നെല്ലാം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിലൊന്നും സന്യാസ സഭയിൽ നടക്കുന്ന പ്രാർത്ഥനകളിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല, കൂദാശകളിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ ജോൺ പലപ്പോഴും ആ ജനലിൻ്റെ അടുത്ത് ചെന്ന് എത്തി നിന്ന് കേട്ട് അങ്ങനെ അതിൽ പങ്കുകൊണ്ടിരുന്നു. ആ തടവറയിൽ ജോണ് വളരെയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. ഈ തടവറയിൽ കിടക്കുമ്പോഴാണ് ജോണിന് ശരിയായൊരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാനൊക്കെ ആയിട്ട് ഇടയാകുന്നത്. തടവറയിൽ വളരെയേറെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. അതിൽ ചിലത് പറയുകയാണെങ്കിൽ, ജോണിന് ഭക്ഷണത്തിനായിട്ട് ഊട്ടുശാലയിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ജോണിനോട് അവരോടൊപ്പം ഇരുന്ന്, മറ്റ് സന്യാസികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് അനുവാദമുണ്ടായിരുന്നില്ല. പകരം ജോണിനോട് അവിടെ തറയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ചാട്ടവാറടിയും ഒക്കെ കൊടുത്തിരുന്നു. മുട്ടുകുത്തി നിന്ന് ചാട്ടവാറടികളൊക്കെ ഏൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് പലരും അധിക്ഷേപങ്ങൾ പറയും, നിന്ദിച്ചിരുന്നു. അങ്ങനെ ഇതെല്ലാം ജോൺ വളരെ ക്ഷമയോടുകൂടി സ്വീകരിച്ചു. അതിനെ എതിർക്കാനോ തിരിച്ചൊന്ന് പറയാനോ ഒന്നും ജോൺ ആഗ്രഹിച്ചില്ല. ഇതെല്ലാം വളരെ സന്തോഷത്തോടു കൂടി, ആത്മസംയമനത്തോടു കൂടിയാണ് ജോൺ സ്വീകരിച്ചത് എന്നുള്ളതാണ്. പിന്നെ തടവറയിലായിരിക്കുമ്പോഴും ജോണിന് ഒരു പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. പക്ഷേ ഒരു പഴകിയൊരു കമ്പിളി പുതപ്പ് മാത്രമാണ് ജോണിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിൽ കിടന്നാണ് ജോണിൻ്റെ ആ ഒരു ജീവിതം കഴിഞ്ഞുകൂടിയത്. അതായത് ഈ ഒരു ചെറിയ തടവറയിൽ വെളിച്ചമൊന്നുമില്ല. ഈ ഒരു ഇരുണ്ട തടവറയ്ക്കുള്ളിൽ ജോൺ 8.5 മാസം കഴിഞ്ഞുകൂടി. വേറെ വസ്ത്രങ്ങളൊന്നും ഇല്ല ഇട്ടിരുന്നത് തന്നെ. അപ്പോൾ ജോൺ ആ തടവറയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയുന്നത്, ഇട്ടിരുന്ന അടിവസ്ത്രം പോലും ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞിരുന്നു എന്നാണ്. അത്രയേറെ സഹനങ്ങൾ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് ഏറ്റെടുത്ത ഒരു വ്യക്തിയായിരുന്നു കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. ഈ ഇരുളടിഞ്ഞ തടവറയിൽ കിടക്കുമ്പോഴാണ് ജോണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ജോണ് തടവറയിൽ കിടക്കുമ്പോൾ ആശ്രമത്തിലുള്ള സന്യാസിമാരോട് ഒരു പേപ്പറും പേനയും ആവശ്യപ്പെടുന്നുണ്ട്. അത് ദൈവകൃപയാൽ ജോണിന് ലഭ്യമാക്കി കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു തടവറയിൽ കിടന്നുകൊണ്ടാണ് ജോണിൻ്റെ ഏറ്റവും നല്ല കൃതികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ലോകം ഇന്നും അത്ഭുതത്തോടെ കാണുന്ന ഒരു കൃതിയാണ്. അത് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ഏറ്റവും നല്ല മികച്ച ഒരു കൃതിയാണ്. നമ്മൾ ഇന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിൽ ആത്മാവിൻ്റെ ഇരുളടഞ്ഞ രാത്രി എന്ന് പറയുന്ന കൃതി, അതിനെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ മലയാളത്തിലുണ്ട്. ഓ സ്നേഹജ്വാലയെ എന്നെ ആത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ എന്നുള്ള ഒരു പാട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അതൊക്കെ ഈ ഒരു കൃതിയെ അതിൻ്റെ അടിസ്ഥാനമാക്കി രചിച്ച പാട്ടുകളൊക്കെയാണ്. ഇത് കൂടാതെ അസെൻഡ് ഓഫ് മൗണ്ട് കാർമൽ എന്ന് പറഞ്ഞ മറ്റൊരു കൃതിയും വിശുദ്ധ യോഹന്നാൻ രചിച്ചതാണ്. അതെല്ലാം ഈ തടവറയിൽ കിടക്കുമ്പോൾ സംഭവിച്ച ഏറ്റവും മനോഹരമായ കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ സഹനങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോവുകയും അതിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും നമ്മൾ ഇതോടെ അവസാനിച്ചു, അല്ലെങ്കിൽ ഇതെല്ലാം തീർന്നു എന്ന് നമ്മൾ കരുതും. പക്ഷേ അവിടെ നിന്നാണ് നമ്മളുടെ ഒരു ഏറ്റവും ബെസ്റ്റ് വേർഷൻ ദൈവം ആ സമയത്താണ് നമ്മളിൽ നിന്ന് എടുക്കുന്നത്.
പലപ്പോഴും ഈ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളുടെ ആ ഒരു വേദനയുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കാറില്ല. പ്രാർത്ഥനയോടെ നിന്ന് വിശുദ്ധ യോഹന്നാന് ദൈവത്തിൻ്റെ കരം അതിൽ കാണാൻ സാധിച്ചു. ഏറ്റവും മനോഹരമായിട്ട് ആ തടവറയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനും തനിക്ക് കിട്ടിയ ആ ഒരു അവസരം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താനും വിശുദ്ധ യോഹന്നാന് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വിചാരിച്ചു ഇതോടെ യോഹന്നാന് ഏറ്റവും കഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ പോയപ്പോൾ യോഹന്നാൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ കരുതി. പക്ഷേ ദൈവം ഒരിക്കലും യോഹന്നാനെ കൈവിട്ടില്ല. ഒരിക്കൽ പ്രാർത്ഥനയുടെ സമയത്ത് യോഹന്നാനൊരു ദർശനം കിട്ടുകയാണ്. അതായത് ആ ആശ്രമത്തിൻ്റെ ഒരു ജനൽ ദർശനത്തിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാന് ഇത് എവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ല. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഇവിടെ നിന്ന് മോചിപ്പിക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നു. അങ്ങനെ യോഹന്നാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും. അങ്ങനെ യോഹന്നാനെ ശുശ്രൂഷിച്ചിരുന്ന, സ്ഥിരമായിട്ട് ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. അയാൾ മാറി വേറൊരു സന്യാസി വരികയാണ്. ആ സന്യാസിക്ക് യോഹന്നാനോട് വളരെയേറെ അനുകമ്പയും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടു കൂടിയാണ് യോഹന്നാനെ പരിചരിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിച്ച ശേഷം യോഹന്നാന് വെള്ളം എടുത്തോണ്ട് വരാൻ സന്യാസി പോയ സമയത്ത് യോഹന്നാന് ഉള്ളിൽ പ്രചോദനം ലഭിക്കുകയാണ്. ഇതാണ് സമയം, ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ യോഹന്നാൻ ഈ തടവറയിൽ നിന്ന് പുറത്ത് കടക്കുന്നു അത്ഭുതകരമായി. അത് പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് തൊട്ട് മുമ്പുള്ള ദിവസമായിരുന്നു. യോഹന്നാൻ ഇതിൽ നിന്ന് കടന്ന് കുറച്ച് ദൂരം ചെല്ലുന്നു. പക്ഷേ എങ്ങനെ പുറത്ത് കിടക്കണമെന്നറിയില്ല, ദർശനത്തിൽ കണ്ട ജനൽ ഏതാണെന്നറിയില്ല. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൗണ്ട് കേട്ട് ആശ്രമത്തിലുള്ളവർ ആരാണ് അവിടെ എന്ന് ചോദിക്കുന്നു. യോഹന്നാൻ അനങ്ങാതെ നിൽക്കും. കുറച്ച് കഴിഞ്ഞിട്ട് യോഹന്നാൻ ഒന്ന് വഴി തിരിഞ്ഞ് നടക്കുമ്പോൾ ഈ ജനൽ കണ്ടെത്തും. ആ ജനൽ വഴി യോഹന്നാൻ പുറത്ത് കടക്കുകയാണ്. ഒരു മതിൽ ചാടിക്കടന്ന് പുറത്തെത്തുന്നു. അപ്പോൾ ആ ജനലിലൂടെ ആദ്യം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ യോഹന്നാന് മനസ്സിലായി അതുവഴി ഇറങ്ങണമെങ്കിൽ എന്തെങ്കിലും വേണം, കയറെന്തെങ്കിലും വേണം. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന കമ്പിളി പുതപ്പ് കീറി അതാണ് കയറായിട്ട് ഉപയോഗിച്ച് ആശ്രമത്തിന് വെളിയിൽ കടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ മതിൽ ചാടിക്കടന്ന് യോഹന്നാൻ എത്തുന്നത് ഫ്രാൻസിസ്കൻ ആശ്രമത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. ഇനി ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം. അതെങ്ങനെയാണെന്ന് യോഹന്നാൻ അറിയില്ലായിരുന്നു. അവന് ഒരു പട്ടിയെ കാണുന്നുണ്ട്. ആ നായയെ പിഞ്ചെന്ന് പോയെന്നാൽ പുറത്തേക്കുള്ള വഴി കണ്ടെത്താൻ പറ്റുമെന്ന് യോഹന്നാൻ കരുതുന്നുണ്ട്. അങ്ങനെ നായ പക്ഷേ അതിൻ്റെ മതിൽ വളരെ ഈസിയായിട്ട് ചാടിക്കിടക്കുന്നു. പക്ഷേ യോഹന്നാന് തൻ്റെ ആ ഒരു ശാരീരിക അവസ്ഥ കൊണ്ട് ഒരിക്കലും ഈ ഒരു മതിൽ ചാടിക്കിടക്കാൻ സാധിക്കില്ലെന്ന് യോഹന്നാനും മനസ്സിലായി. അവിടെ നിന്ന് യോഹന്നാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് ഒരു വലിയൊരു പ്രകാശവലയം യോഹന്നാനെ പൊതിയുന്നു. അപ്പോൾ ആ ഒരു പ്രകാശവലയത്തിൽ നിന്നൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്, എന്നെ പിന്തുടരുക. പിന്നെ എന്താ സംഭവിച്ചതെന്നറിയില്ല. യോഹന്നാൻ ആ ഒരു പ്രകാശത്തോടൊപ്പം തന്നെ ഈ ഒരു മതിലിൻ്റെ അപ്പുറം കടക്കുന്നു. നേരെ ആ ഒരു തെരുവിലേക്ക്, സ്ട്രീറ്റിലേക്ക് എത്തുന്നു. പുറത്തേക്ക് പോകാനുള്ള വഴി എത്തിക്കഴിഞ്ഞു. പിന്നെ ആ പ്രകാശം യോഹന്നാനെ വിട്ടുപോകുന്നു. പക്ഷേ ഈ പ്രകാശത്തിൻ്റെ ശക്തി കൊണ്ട് യോഹന്നാന് 3 ദിവസം വരെ കാഴ്ച മങ്ങിയിരുന്നു എന്ന് യോഹന്നാൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ആൾക്കാരുമായി തിരക്കി യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്ന കർമ്മലീത്ത സഭയുടെ, അതായത് ആവിലയിലെ അമ്മത്രേസ്യയുമായി ആണല്ലോ ഇതിൽ നിയമാവലികളിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചിരുന്നത്. അങ്ങനെ അമ്മത്രേസ്യയെ അന്വേഷിച്ച് വഴി കണ്ടെത്തി അവരുടെ ആശ്രമത്തിലെത്തി. അവിടെ നിന്നാണ് പിന്നീടുള്ള യാത്രകൾ തുടരുന്നത്. കർമ്മലീത്ത സഭയുടെ മറ്റൊരു ഒരു വിങ്ങായ നിഷ്പാദുക കർമ്മലീത്ത സഭയ്ക്ക് പുതിയൊരു നിയമാവലിയോട് കൂടി, അല്ലെങ്കിൽ ഒരു നവീകരിച്ച നിയമാവലികളോട് കൂടി തന്നെ സ്ഥാപിക്കാനായിട്ട് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാന് സാധിച്ചു. കാരാഗൃഹവാസത്തിന് ശേഷം ഏകദേശം 14 വർഷം യോഹന്നാൻ വിശുദ്ധ അമ്മത്രേസ്യയോടൊപ്പം കർമ്മല സഭ നവീകരണത്തിനായും പ്രാർത്ഥനാ ജീവിതത്തിനായിട്ടൊക്കെ ചെലവഴിച്ചു. യോഹന്നാൻ്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവം പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ സെവാഗിയോ ആശ്രമത്തിലായിരിക്കുമ്പോൾ ഒരിക്കൽ കുരിശിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആ കുരിശുരൂപം യോഹന്നാനോട് സംസാരിക്കുകയാണ്. എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ ചെയ്ത നിനക്ക് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ കർത്താവിനോട് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്,
കർത്താവെ, നിന്നെ പ്രതി കൂടുതൽ സഹിക്കുവാനായിട്ട് അവിടുന്ന് എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പലപ്പോഴും ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ സഹനങ്ങളുണ്ടാകുമ്പോൾ പോലും നമ്മളത് എത്രയും വേഗം ഒന്ന് മാറ്റിത്തരണമേ എന്നായിരിക്കും കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ യോഹന്നാൻ ഉള്ള സഹനങ്ങൾക്ക് പുറമെ കുറച്ചും കൂടി ദൈവത്തോട് ചോദിച്ചു വാങ്ങുകയാണ്. കാരണം ഇത് തന്നെയാണ് കാര്യം. ഭൂമിയിൽ നമ്മൾ കൂടുതൽ തമ്പുരാനെ വേണ്ടിയിട്ട് നമ്മൾ പീഡനങ്ങൾ അല്ലെങ്കിൽ സഹനങ്ങൾ ഏറ്റെടുത്താൽ സ്വർഗത്തിൽ എത്താനായിട്ട് ഇത് നമുക്ക് വഴിയൊരുക്കും എന്നുള്ള ഒരു ബോധ്യം യോഹന്നാന് വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. യോഹന്നാൻ അങ്ങനെ കർത്താവിനോട് കൂടുതൽ സഹനം ആവശ്യപ്പെടുന്നു. അതിന് മറുപടി എന്നോണം യോഹന്നാൻ്റെ ജീവിതത്തിൽ വീണ്ടും സഹനങ്ങളുടെ ഒരു യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. ഒരിക്കൽ യോഹന്നാൻ്റെ വലിയ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാർ, ചില തൽപര കക്ഷികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അവർ യോഹന്നാനെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. കുറേ അപവാദങ്ങളൊക്കെ പറഞ്ഞു നിരത്താനായിട്ട് തുടങ്ങി. നമുക്കറിയാം യോഹന്നാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുകയാണ്. അതായത് നിഷ്പാദുക സന്യാസ സഭയുടെ നടത്തിപ്പിനായിട്ടൊക്കെ ഒരു പ്രധാന പൊസിഷനിലാണ് യോഹന്നാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് യോഹന്നാൻ ഇതുപോലെ അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നത്. അങ്ങനെ യോഹന്നാൻ വീണ്ടും സഹനങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. യോഹന്നാൻ ഇത് എങ്ങനെ അതിജീവിക്കണമെന്ന് ഉള്ള കാര്യം യോഹന്നാന് വളരെ കൃത്യമാണ്. തമ്പുരാനോടൊപ്പം വീണ്ടും ഏറ്റവും സഹിഷ്ണുതയോട് കൂടി തന്നെ യോഹന്നാൻ ഇത് ഏറ്റെടുക്കും. അങ്ങനെ യോഹന്നാൻ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ അപവാദങ്ങൾ കേട്ടു തുടങ്ങിയപ്പോൾ ആശ്രമ അധികാരികൾ യോഹന്നാനോട് വീണ്ടും വിലക്ക് നൽകുകയാണ്. കാര്യം ഈ ഒരു പൊസിഷനിൽ നിന്ന് മാറാനായിട്ട് ആവശ്യപ്പെടുന്നു. യോഹന്നാന് പകരം ഈ ഒരു സഭയിൽ പുതിയൊരു ജനറലിനെ അവർ തിരഞ്ഞെടുക്കുന്നു. പുതിയ ജനറൽ വരുമ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഇപ്പോൾ യോഹന്നാൻ കൊണ്ടുവന്ന മാറ്റങ്ങളെല്ലാം വീണ്ടും അതെല്ലാം തിരുത്തി എഴുതാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. യോഹന്നാൻ അപ്പോൾ വീണ്ടും സത്യത്തിനും സ്നേഹത്തിനും വേണ്ടിയിട്ട് നിലനിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന യോഹന്നാൻ ആ ഒരു കർശന നിയമങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് വീണ്ടും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ആരും യോഹന്നാനല്ലാതെ യോഹന്നാനോടൊപ്പം നിൽക്കാനായിട്ട് വേറെ ആരും തന്നെ തുനിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ യോഹന്നാൻ വീണ്ടും ഒറ്റപ്പെട്ടു പോകുന്നു. യോഹന്നാനെ ആശ്രമ അധികാരികൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ഇവിടെ നിന്ന്. അങ്ങനെ ഒന്നും തന്നെ വിജയിക്കുന്നില്ല. ഈ ചെയ്ത കാര്യങ്ങളിൽ വലിയ വിജയം കണ്ടെത്താനായിട്ട് യോഹന്നാന് സാധിക്കുന്നില്ല. വീണ്ടും ഒറ്റപ്പെട്ട ഒരു ജീവിതം, ഏകാന്ത ജീവിതത്തിലേക്ക് യോഹന്നാൻ പോകുന്നു. യോഹന്നാൻ ഇതുപോലെ നേരത്തെ ഏകാന്ത ജീവിതം നയിച്ച സമയത്താണ് അസെൻറ്റ് ഓഫ് മൗണ്ട് കാർമൽ എന്നുള്ളൊരു കൃതിയൊക്കെ രചിച്ചതെന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഈ ഒരു ആശ്രമത്തിൽ എത്തിയപ്പോൾ യോഹന്നാന് കുറച്ചുകൂടി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. കാര്യം യോഹന്നാനോട് വ്യക്തിവൈരാഗ്യമുള്ള മറ്റൊരു സന്യാസിയായിരുന്നു ഈ ഒരു ആശ്രമത്തിൻ്റെ അധികാരി. അപ്പോൾ നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രയേറെ സഹനങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളത്. അവിടെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ വിധത്തിലും വിലക്ക് എടുത്തിരുന്നു. കാര്യം പുറത്തേക്ക് പോകാനോ ഒന്നിനും അനുവാദം ഉണ്ടായിരുന്നില്ല. അവിടെ ആയിരിക്കുമ്പോൾ യോഹന്നാന് പനി ബാധിച്ച് അദ്ദേഹം കിടക്കുന്ന സമയത്ത് ഈ ഒരു ആശ്രമാധികാരി അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സകൾ എടുക്കാനൊക്കെ ആയിട്ട് അനുവാദം നൽകുന്നില്ല. അതിനെല്ലാം വിലക്ക് നൽകുന്നു. അങ്ങനെ ഏകദേശം 49 വയസ്സാകുമ്പോൾ യോഹന്നാൻ മരണത്തിലേക്ക് കടക്കുകയാണ്. 1591 ഡിസംബർ 13-ാം തീയതി അദ്ദേഹം നിത്യസമ്മാനത്തിന് യാത്രയാകുന്നു. യോഹന്നാൻ്റെ മരണദിനത്തെക്കുറിച്ച് യോഹന്നാന് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു. അന്നത്തെ ദിവസം അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നവരോട് പറയുന്നുണ്ട്, ടുഡേ ഐ ആം ഗോയിങ് ടു സിങ് ദ ഓഫീസ് ഇൻ ഹെവൻ. അതായത് ഈ പ്രാർത്ഥന സന്യാസികളിൽ അവർ നടത്തുന്ന ബ്രദേഴ്സൊക്കെ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥന ഇന്ന് ഞാൻ സ്വർഗത്തിലിരുന്നാണ് ചൊല്ലാൻ പോകുന്നതെന്ന് അദ്ദേഹം ആശ്രമ അധികാരികളോട് കൂടെ ഉണ്ടായിരുന്നവരോടൊക്കെ അദ്ദേഹം പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെയേറെ സഹനങ്ങൾ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നു. അത് പോരാത്തതിന് അദ്ദേഹം കുറച്ചുകൂടി ദൈവത്തോട് ചോദിച്ചു വാങ്ങുകയും ചെയ്തിരുന്നു. അതെല്ലാം ഒറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി തന്നെയായിരുന്നു. അതായത് സ്വർഗത്തിലേക്ക് തന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന ആ ദൈവത്തോട് ചേരാനായിട്ടുള്ള ആഗ്രഹം.
ഇവിടെ സഹനങ്ങൾ കൂടുതലെടുത്താൽ സ്വർഗത്തിലേക്കുള്ള യാത്ര കുറച്ചുകൂടി എളുപ്പമായിരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഇതുതന്നെയാണ് ദൈവം നമ്മൾ ഓരോരുത്തരിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അദ്ദേഹം തടവറയിലായിരുന്ന ആ ദിനങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. അന്ന് അദ്ദേഹം വളരെ കഷ്ടതയിലൂടെയാണ് പോയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശുദ്ധീകരണം നടന്നത് അവിടെ ആയിരുന്ന സമയത്താണ്. ആ ദിവസത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശാരീരികമായും മാനസികമായും എല്ലാ വിധത്തിലുള്ള അശുദ്ധിയിൽ നിന്നും പ്യൂരിഫൈ ചെയ്യപ്പെട്ട്, അതായത് വിശുദ്ധീകരിക്കപ്പെട്ടാണ് യോഹന്നാൻ ആ തടവറയിൽ നിന്ന് പുറത്തു വരുന്നതെന്ന്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെല്ലാം നമ്മളെ വിശുദ്ധീകരിക്കാനും പുതിയൊരു വ്യക്തിയാക്കി മാറ്റുവാനായിട്ട് ദൈവം അനുവദിക്കുന്നവയാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സഹനങ്ങളൊക്കെ ഏറ്റവും സ്നേഹപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.